എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ പൈക്കോയിൻ എൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ മുന്നേ ഞാൻ ഒരു വീഡിയോസ് ഇന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 28,000 കോയിൻസ് എൻ്റെ കയ്യിൽ അൺവെരിഫൈഡ് ബോണസായി എടുക്കുന്നുണ്ട്, വിച്ച് ഈസ് വർത്ത് അറൗണ്ട് 50 ലക്ഷം ആ റേഞ്ചിലൊക്കെ. ഓക്കെ, അപ്പോൾ അത് വട്ടപൂജ ആണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ആ വട്ടപൂജ ഉള്ളത് പൈസ ഉണ്ടാക്കാനുള്ള വഴി ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഒരു ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു. അത് ഗ്രേസ് പീരീഡ് ഇന്ന് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ലൈവായിട്ട് നോക്കിയിരുന്നപ്പോൾ ഗ്രേസ് പീരീഡ് കഴിഞ്ഞിട്ട് അവർ നെഗറ്റീവിലോട്ടൊക്കെ പോയി സമയം. അപ്പോൾ എന്താ നടക്കണമെന്നൊന്നും ഒരു പിടി ഉണ്ടായിരുന്നില്ല. പക്ഷേ മണിക്കൂറോളം കഴിഞ്ഞിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് 2 ആഴ്ചത്തെ സമയം തന്നിരിക്കുകയാണ് നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഐ നോ ഇറ്റ്സ് ഹാർഡ്, പക്ഷേ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവർ KYC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലോക്കിംഗ് പീരീഡ് ചോദിക്കും. കാരണം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈക്കോയിൻ കിട്ടും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അത് ആ ഒരു സെക്ഷൻ മര്യാദയ്ക്ക് വായിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ ഇറ്റ്സ് അപ് ടു യു ഗൈസ്. ഓക്കെ, റിലേറ്റ് ടു ലോക്കിംഗ് ദ മൈനിങ് തിങ്. കിട്ടിയ കോയിൻസ് ലോക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ സോറി, പാസ് ഫ്രേസ്, പാസ്വേഡ് ഇതൊന്നും മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഒരുപാട് എൻക്വയറി ഉള്ള കാരണത്താൽ എൻക്വയറി തിരിച്ച് റിപ്ലൈ കിട്ടുന്നത് വളരെ സ്ലോ ആണ്. ഇപ്പോൾ പൈ നെറ്റ്വർക്കിൽ ഒരുപാട് പേർക്ക് പാസ്വേഡ് മറന്നുപോയി, പാസ് ഫ്രേസ് മറന്നുപോയി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കിട്ടും, പക്ഷെ സമയമെടുക്കും. പാസ് ഫ്രേസ് പോയി കഴിഞ്ഞാൽ അത് ആ വഴി പോയി തിരിച്ച് കിട്ടില്ല, അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഗുഡ് ന്യൂസ്. 2 ആഴ്ച കൊണ്ട് നമുക്ക് സമയമുണ്ട് ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായി അൺവെരിഫൈഡ് ബോണസിന് എന്ത് സംഭവിക്കും എന്നുള്ളത്. അവരുടെ വൈറ്റ് പേപ്പർ പ്രകാരം അവരിങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് അൺവെരിഫൈഡ് ആയിട്ടുള്ള ബോണസുകൾ KYC കഴിഞ്ഞിട്ടുള്ള ഗ്രേസ് പീരീഡും കഴിഞ്ഞിട്ട് KYC കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബോണസായി എടുക്കുന്ന ആ ഒരു കോയിന് തിരിച്ച് മൈനിങ് പൂളിലോട്ട് പോകുന്നു. ഓക്കെ, വേറെ ഒന്നല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു 1000 കോയിൻ ഉണ്ട്, 200 കോയിൻസ് ആണ് എനിക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 800 കോയിൻസ് ഈ ഗ്രേസ് പീരീഡ് കഴിഞ്ഞ ശേഷം അത് നേരെ മൈനിങ് പൂളിലോട്ട് പോകും. ആ മൈനിങ് പൂളിൽ പോയിട്ട് KYC കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് അത് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ റീമൈൻ ചെയ്യാനായിട്ട് പോവാണ്. സോ നമ്മളിതിപ്പോൾ കേൾക്കുമ്പോൾ എന്താ പറയുക തോന്നും, പക്ഷേ കമ്പനിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ദിസ് ഈസ് എ ഗുഡ് സൈൻ ഫോർ ദ കമ്പനി. സോ നല്ലൊരു പ്രൊജക്റ്റായി മാറുന്നുണ്ട് പൈക്കോയിൻ. നല്ലൊരു വേൾഡ് അറ്റൻഷനും ഗ്ലോബൽ അറ്റൻഷനും കിട്ടുന്നുണ്ട്. പക്ഷേ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. കറക്റ്റായിട്ടൊരു പ്രൈസ് പ്രൊഡിക്ഷൻ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ദർ ആർ നോട്ട് എനഫ് ഡാറ്റ. ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ പ്രൈസ് പ്രൊഡിക്ഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദം. ഓക്കെ, അപ്പോൾ ഇതാണ് പൈക്കോയിൻ്റെ അപ്ഡേറ്റ്. KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് ചെയ്യപ്പെട്ടാണെങ്കിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വേസ്റ്റാക്കിയ സമയം കളയാൻ പാടില്ല. അതിനുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സുദർശൻ സൈനിങ് ഓഫ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പാക്കണം.